ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സ്റ്റിച്ചിങ് ലാബ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇതുപോലത്തെ സ്നാപ്പ് ക്ലിപ്പ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് എംബ്രോയ്ഡറി ത്രെഡ് മാത്രമാണ്. നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമുക്ക് ഇതുപോലത്തെ ക്ലിപ്പ് വേണം, അതുപോലെ നമുക്ക് ത്രെഡ് വേണം. ഞാനിവിടെ 2 കളർ ത്രെഡാണ് എടുത്തിട്ടുള്ളത്, എംബ്രോയ്ഡറി ത്രെഡാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഗ്ലൂവും സിസറും വേണം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു സ്നാപ്പ് ക്ലിപ്പ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് നമുക്ക് 2 വിരൽ ഇതുപോലെ ഒന്ന് അടുപ്പിച്ച് വെച്ചിട്ട് നമുക്ക് ത്രെഡ് ഇതുപോലെ ചുറ്റി കൊടുക്കാം. ഒരു 18 പ്രാവശ്യം നമുക്ക് ഇത് ചുറ്റി കൊടുക്കാം കേട്ടോ. ഇതുപോലെ നമുക്കൊന്ന് ഫുള്ളായിട്ട് ഒന്ന് ചുറ്റിയെടുക്കാം. ശേഷം നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിന്മേന്ന് ഒരു പീസും കൂടി വേണം. ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് ഇതുപോലെ നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കാം. ഒരു 2-3 പ്രാവശ്യം കെട്ടിക്കൊണ്ടു, അല്ലെങ്കിൽ ഇത് അഴിഞ്ഞ് പോരും കേട്ടോ. ശേഷം നമുക്ക് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതുപോലെ പിടിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മുകൾ വശം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ വരിക കേട്ടോ. ഇതുപോലത്തെ നമുക്ക് 3 പീസ് വേണം. ഈ ഒരു സെയിം കളറിൽ 2 എണ്ണം, പിന്നെ നമുക്ക് ഈ ഒരു കളറിലും 1 വേണം കേട്ടോ. അപ്പോൾ നമുക്കിതും കൂടി ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 3 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഇതിനെ നടുക്കൊന്ന് മടക്കിയിട്ട് നമുക്കൊരു ചേർപ്പ് എടുത്തിട്ട് ഇതൊന്ന് ചെയ്യി കൊടുക്കാം. ശേഷം നമുക്ക് ഒരു കത്രിക എടുത്തിട്ട് ഇതിൻ്റെ മുകൾ വശം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇതുപോലെ നമുക്ക് മറ്റേ 2ഉം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 3ഉം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ക്ലിപ്പ് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഫെവിക്കോൾ എന്തെങ്കിലും നമ്മളത്തെ ഉള്ള ഗ്ലൂ എടുക്കാം കേട്ടോ. ഫെവിക്കോൾ ആയാലും മതി, അല്ലെങ്കിൽ ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് മുകളിലായിട്ട് നമുക്ക് ഇതിനൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് വേണ്ട നമ്മൾ ഇത് ഒട്ടിച്ചു കൊടുക്കാൻ. എന്നിട്ട് നമ്മളിതൊന്ന് ഉണങ്ങാൻ വെക്കണം. നമ്മൾ ഗ്ലൂ ഗണ്ണൊക്കെ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഇത് ഫെവിക്കോൾ ആയതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. എന്നിട്ട് ഇതുപോലെ നമുക്കിതൊന്ന് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് നമുക്ക് അടുത്ത കളറ് നമുക്കിവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഇതിനെ അടുപ്പിച്ച് വെച്ചിട്ട് വേണ്ട നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ. ഇതുപോലെ നിവർത്തി വെച്ചിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ക്ലിപ്പിൻ്റെ സെൻറ്ററിലല്ലേ ഇത് വന്നിട്ടുള്ളതെന്ന് നമ്മൾ നോക്കണം കേട്ടോ. ശേഷം നമുക്ക് ഇതൊന്ന് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഉണങ്ങാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതും ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് അടുത്തതും ഇതുപോലെ ഗ്ലൂ ആക്കിയിട്ട് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഒട്ടിച്ചതൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒന്നുകൂടി ഒന്ന് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ഷേപ്പിൽ വേണം കേട്ടോ കട്ട് ചെയ്യാൻ. ഇതുപോലെ നല്ലൊരു ഷേപ്പിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. ശേഷം നമുക്ക് ഒന്നുകൂടി ഒന്ന് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതുപോലെ കിട്ടും. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കൊടുക്കാനായിട്ട് 2 ഫ്ലവറിൻ്റെ പെറ്റൽസ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് നമുക്ക് ഈ ഒരു കളർ ത്രെഡാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിനായിട്ട് നമുക്ക് ഇതുപോലത്തെ ഇയർബഡ്സ് വേണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഈ ഇയർബഡ്സിൽ ഈ ത്രെഡ് ഒന്ന് കെട്ടിക്കൊടുക്കണം. ഇത് 2-3 പ്രാവശ്യം നമുക്ക് കെട്ടിക്കൊടുക്കാം.
ശേഷം നമുക്ക് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതുപോലെ ത്രെഡ് ഇതുപോലെ ഒന്ന് വലിച്ചു പിടിച്ചിട്ട് നമ്മൾ വിരലിൽ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്ത് നമുക്ക് ഓരോന്നായിട്ട് അതിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കാം. ഇതുപോലെ നമുക്കൊരു 18 പ്രാവശ്യം ഇതും ചെയ്തെടുക്കാം. ഇത് ചെയ്യണ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്നാൽ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കിതൊന്ന് ഒരു നീഡിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമുക്ക് കുറച്ചധികം ത്രെഡ് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ശേഷം നമുക്കൊരു നീഡിലെടുത്തിട്ട് ആ നീഡിലിൽ നമുക്ക് ഈ ത്രെഡ് ഒന്ന് കോർത്തെടുക്കാം. ശേഷം നമ്മൾ ചെയ്ത് വെച്ചതിൻ്റെ ഈ ലാസ്റ്റിൽ നിന്നായിട്ട് നമ്മൾ ഇതുപോലെ നീഡിലൊന്ന് ഈ ഓരോ ഹോളിൻ്റെ ഉള്ളിലൂടെ നമുക്ക് നീഡിലൊന്ന് കയറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ആ നീഡിലിനെ ആ ത്രെഡിൻ്റെ ഉള്ളിലൂടെ ഒന്ന് വലിച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ ഓരോ ഹോളിൻ്റെ ഉള്ളിലൂടെയും നീഡിൽ കയറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ആ ലാസ്റ്റ് വരെ നമുക്കിതുപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ ഇയർബഡ്സിൽ കെട്ടിട്ട് കൊടുത്തില്ലേ, ആ ത്രെഡിൻ്റെ ഉള്ളിലൂടെ നീഡിലൊന്ന് കയറ്റി നമുക്കതുപോലെ ഒന്ന് വലിച്ചെടുക്കാം. ശേഷം നമുക്ക് ആ ഇയർബഡ്സിൽ നമ്മൾ ചുറ്റിക്കൊടുത്തതിൻ്റെ ഫസ്റ്റത്തെ നമ്മൾ ചുറ്റിക്കൊടുത്തതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് നീഡിൽ കുത്തിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. നമുക്ക് ഈ ഇയർബഡ്സിൻ്റെ രണ്ടറ്റവും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയില്ലേ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആ ബഡ്സിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഈ ഒരു നീഡിൽ കയറ്റാം. ശേഷം നമുക്ക് ആ ത്രെഡിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഈ ഒരു ഇയർബഡ്സിനെ പതുക്കെ എടുക്കാം. ഇതുപോലെ വലിച്ചെടുത്തിട്ട് ശേഷം നമ്മൾ ആ നീഡിൽ അതിൻ്റെ ഉള്ളിലൂടെ വലിച്ചെടുത്താൽ നമുക്കത് കിട്ടുട്ടോ. നമ്മൾ ആ ഒരു ത്രെഡ് പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ നമുക്കിതുപോലത്തെ ഒരു പെറ്റലായിട്ട് കിട്ടും. നമുക്ക് ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഈ ഹോളിലൂടെ കയറ്റിയിട്ട് നമുക്കിതൊന്ന് കെട്ടിട്ട് കൊടുക്കാം. ശേഷം നമുക്ക് ആ ബാക്കി വന്ന ത്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലത്തെ രണ്ടെണ്ണം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ രണ്ട് പെറ്റൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും പാടെ ഒന്നിച്ച് പിടിച്ചിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിനായിട്ട് നമുക്ക് ഒരു നീഡിലെടുത്തിട്ട് ഒരു ത്രെഡ് ഒന്ന് കോർത്തെടുക്കാം. ശേഷം നമുക്ക് ഇതുപോലെ ഒരു പെറ്റലെടുത്തിട്ട് നീഡിൽ ഇതുപോലെ ഒന്ന് കയറ്റിയെടുക്കാം. ശേഷം നമുക്ക് അടുത്ത പെറ്റലിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ നീഡിലൊന്ന് കയറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ രണ്ട് പെറ്റലും ഇതുപോലെ കൂട്ടിപ്പിടിച്ചിട്ട് നമുക്കിതിൻ്റെ താഴെ ഭാഗത്ത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. ശേഷം നമുക്ക് ഈ ത്രെഡൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഈ ഒരു പെറ്റൽസ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതിനായിട്ട് നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.